ടൂർ. ഇത്രയും നാൾ നമ്മുടെ പല വീടുകളും കണ്ടിട്ട് ആളുകൾ ചോദിച്ചിട്ടുണ്ട് നിങ്ങളൊന്ന് ഹോം ടൂർ ചെയ്യുമോ എന്ന്. പക്ഷേ ഞങ്ങൾ അതൊന്നും ചെയ്തിട്ടില്ല. കാര്യം വേറെ ഒന്നുമല്ല, അതൊന്നും ഞങ്ങളുടെ വീടല്ല അല്ലായിരുന്നു. ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടുകളും പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും വീടൊക്കെയാണ്. പക്ഷേ നമുക്ക് ഇപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം വീട് ഹോം ടൂർ ചെയ്യാൻ പോകും. 11 വർഷത്തിൽ 11 വീട് മാറിയതിന് ശേഷം ഇത് 12ാമത്തെ വീടാണ്. അത് സ്വന്തം വീട്ടിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ വീട്, അതായത് ഫ്ലാറ്റ് റെഡിയായി കിട്ടിയായിരുന്നു. പക്ഷേ അതിനെ നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാൻ നമ്മുടെ കൂടെ നിന്ന ടീമാണ് സാൻഡ് ഡിസൈൻസ്. അവരുടെ ട്രിവാൻഡ്രമാണ് അവരുടെ ഓഫീസ്. അവരാണ് നമ്മുടെ ഇൻറ്റീരിയർ ചെയ്തത്. ഒന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് നമ്മളെന്നല്ല പൊതുവെ എല്ലാവർക്കും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ ഗ്രാഹ്യം ഉണ്ടാവത്തില്ല നമ്മുടെ ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ. അത് ആ വീട് വെക്കുന്ന സമയത്ത് മാത്രമായിരിക്കും നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കാനൊക്കെ പോകുന്നത്. DGP എന്നോ ഒക്കെ പറയുന്നുണ്ട്. ഇതൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. നമ്മുടെ തലയുടെ മുകളിൽ കൂടെ പോകുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷെ അതിലും ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ നമ്മളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ലെവലിലേക്ക് ഇറങ്ങി വന്ന് കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ കുറേ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് പിന്നെ നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ അവർ നമുക്ക് ഉചിതമായിട്ടുള്ള രീതിയിൽ അങ്ങ് ചെയ്തു തന്നു. അപ്പോൾ നമുക്ക് അവരെ ഒന്ന് കാണാം, എന്നിട്ട് നമുക്ക് നമ്മുടെ ഹോം ടൂറിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സാൻഡ് ഡിസൈൻസിൻ്റെ ടീം. ഇവർ 3 പേര്, ഇനി ഒരാളൂടെ ഉണ്ട്, അബി ഇന്ന് എത്തിയിട്ടില്ല. ബാക്കിയുള്ളവരെ പരിചയപ്പെടാൻ പറഞ്ഞോ. സന്തു ആണ്, ധനീഷ്, കിരൺ. സോ സന്തു, ധനീഷ്, കിരൺ ഇവർ 3 പേരോടെയാണ് നമുക്ക് നമ്മുടെ വീട്, പിന്നെ അബിയും കൂടെ ചേർന്നിട്ടാണ് നമുക്ക് നമ്മുടെ വീട് നിങ്ങൾ കാണാൻ പോകുന്ന പരുവത്തിനാക്കി തന്നിട്ടുള്ളത്. ട്രിവാൻഡ്രം ബേസ് ആയിട്ടുള്ള ടീമാണ്. ഇവരെ കൂടെ നിർത്തിക്കൊണ്ട് നമ്മൾ ഇങ്ങനെ പൊക്കി പറയുന്നതല്ല, നല്ല ദി ബെസ്റ്റ് ആളുകളാണ്. അവർ പറഞ്ഞു തന്ന പോലെയൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ആക്ച്വലി ഇതൊരു കൺഫെഷനായിട്ട് വേണമെങ്കിലും എടുക്കാം. നിങ്ങളടുത്ത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ രണ്ടുപേരും വേറൊന്നും വിചാരിക്കരുത്. നമ്മൾ സന്തു ആയിട്ടുള്ള സംസാരത്തിലാണ് ഞങ്ങൾ വീണത്, അല്ലേ? സന്തുവിൻ്റെ സംസാരത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ വീണത്. കാര്യം സന്തു അത്രയും ക്ലിയറായിട്ട്, ഇവർ ക്ലിയറായിട്ട് സംസാരിച്ചിട്ടില്ല എന്നല്ല, കാര്യം കൂടുതലും ഞങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുള്ള സന്തുവാണ് തുടക്കത്തിൽ. സ്ഥലത്തില്ലായിരുന്നു, അത് നന്നായി. പ്രൊജക്റ്റിലായിരുന്നു കേട്ടോ. ഇന്റർനാഷണൽ അവർ വർക്ക് ചെയ്യാറുണ്ട്. അത് പറഞ്ഞപ്പോഴേ നിങ്ങൾ എവിടെയൊക്കെയാണ് പ്രോജക്ട്സ് ചെയ്യാറുള്ളതെന്ന് ഒന്ന് പറയാം. നമ്മളിപ്പോൾ കൂടുതലും ട്രിവാൻഡ്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഓൾ കേരള ചെയ്യുന്നുണ്ട്. കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള കോട്ടയം, എറണാകുളം, ട്രിവാൻഡ്രമാണ്. എറണാകുളം കഴിഞ്ഞിട്ട് കോഴിക്കോട്, മലപ്പുറം ഒക്കെ 1-2 പ്രോജക്റ്റുകൾ ചെയ്തിട്ടുണ്ട് കുറച്ച് മുമ്പ്. കൂടുതൽ നമ്മളിപ്പോൾ ബേസ് ചെയ്യുന്ന ട്രിവാൻഡ്രം ടു എറണാകുളമാണ്. ഇപ്പോൾ കറൻ്റ്ലി നിങ്ങൾ എത്ര പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ എത്ര എണ്ണം ചെയ്യുന്നു? കറക്റ്റ് കണക്ക് പറയാൻ പറ്റില്ല, എന്നാലും എൻ്റെ ഓർമ്മയിൽ തന്നെ 45-ന് പുറത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ചെറിയ റിനോവേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനും കൂടുതലുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് അറ്റ് പ്രസൻറ്റ് ഇവിടെ ഒരു 4-5ഓളം പ്രോജക്റ്റ് പോകുന്നുണ്ട്. ഓൺ ഗോയിങ് പ്രോജക്ട്സും ഉണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ തന്നെ ഈ ഫ്ലാറ്റിൽ തന്നെ ഇപ്പോൾ വരുന്നതും നമ്മളൊരു 2 സൈറ്റ് വിസിറ്റ് കഴിഞ്ഞിട്ടാണ്. അങ്ങനെ പോയിട്ടാണ് ഇപ്പം ഞാൻ ജസ്റ്റ് ലേറ്റ് ആയതുകൊണ്ടാണ്. അങ്ങനെ സൈറ്റ് വിസിറ്റ് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. കുഴപ്പമില്ലാതെ ഇവർക്ക് വരുന്നുണ്ട്. നമ്മുടെ ഇവിടെ തന്നെ ഉള്ളവരുടെ ആരുടെയൊക്കെ റിലേറ്റീവ്സിൻ്റെ ഇവിടെ തന്നെ നമ്മുടെ ചേട്ടൻ്റെ വീടിൻ്റെ ഫ്ലാറ്റിലെ വർക്ക് കണ്ടിട്ട് തൊട്ടപ്പുറത്തെ ഫ്ലാറ്റ്, ഇപ്പോൾ 6C ചേട്ടൻ്റെ 6C, അപ്പുറത്തെ 6Fലെ ചേട്ടൻ്റെ സിസ്റ്ററിൻ്റെ ഫ്ലാറ്റും ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റും നമുക്ക് തന്നിട്ടുണ്ട്. അവിടെ ചെയ്തത് വേറെ ടീമാണ്. പക്ഷേ അവിടെ കുറച്ച് മെയിൻ്റെനൻസ് പണി നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ പുള്ളിയുടെ അനിയത്തിയുടെയും ഒരു ഫ്രണ്ടിൻ്റെയും നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. വിളിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണെങ്കിലും നമുക്ക് അവൈലബിൾ ആണ്, അല്ലാണ്ട് ഫോൺ കിട്ടാണ്ടിരിക്കും അങ്ങനെയൊന്നുമില്ല. എപ്പോഴും വേണമെങ്കിലും ഏത് പാതിരാത്രി വേണമെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അവൈലബിൾ ആണല്ലേ. നമ്മൾ ഈ യാത്രയും കാര്യങ്ങളുമായിട്ട് നമുക്ക് ഇത് കൂടുതൽ സമയം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മുടെ സഹോദരങ്ങളിൽ നിന്ന് ചെയ്യുന്ന പോലെ നിന്ന് കാര്യമായിട്ട് വർക്ക് ചെയ്ത ടീമാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സ്വന്തം വീട് പോലെ ചെയ്യും. അല്ല, ഇത് നിങ്ങൾ ആദ്യം പറയുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും പറയുന്ന പോലെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങനെ അവർ പൈസ നമ്മൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കത്തൊന്നുമില്ല. ഞാൻ പറഞ്ഞ ഏറ്റവും ലാസ്റ്റ് മാത്രമേ ഫൈനൽ എമൗണ്ട് തരത്തുള്ളൂ. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റിലത്തെ പൈസ കൊടുത്തുള്ളൂ. അതിന് പിന്നെ ഒന്നും ചോദിച്ചില്ല. അല്ല, അതിനിടയിൽ അഡ്വാൻസസ് കൊടുക്കുന്നുണ്ട്. ഫൈനലായിട്ട് ഇതിനു മുമ്പ് ചെറിയൊരു പണി കിട്ടിയോണ്ട് ഞാൻ പറഞ്ഞു എല്ലാം തീർന്നതിന് ശേഷം മാത്രമേ പൈസ തരത്തുള്ളൂ. ഇങ്ങോട്ട് വിളിച്ചാണ് തന്നത്. അല്ല, നമ്മുടെ കേസിൽ നമ്മൾ ഇതുപോലെ വേറൊരു വർക്ക് നമ്മൾ ചെയ്ത സമയത്ത് നമ്മൾ പൈസ ആദ്യമേ കൊടുക്കുകയും എന്നിട്ട് പിന്നെ ഫുൾ എമൗണ്ട് നമ്മളങ്ങ് സെറ്റിൽ ചെയ്തു. പകുതി ആയപ്പോഴത്തേക്ക് അവർ ചോദിച്ചു, അങ്ങനെ കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് പാടായിരുന്നു. സോ അതുകൊണ്ടാണ് ലെന എന്നങ്ങനെ ഇവരുടെ കേസിൽ ഇത്ര വിശ്വാസം ഉണ്ടായിട്ട് പോലും ലിമിറ്റില്ല. അതൊരു 50% അഡ്വാൻസ് കിട്ടുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ മസ്റ്റായിട്ട് പറയുന്നത്. നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. അത് കഴിഞ്ഞ് സ്റ്റേജ് കഴിഞ്ഞിട്ടേ അടുത്ത ചോദിക്കുള്ളൂ. അത് കഴിഞ്ഞ് ചോദിക്കുമ്പോൾ അവർക്ക് തരാൻ നിങ്ങൾക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടില്ല.
ഞാൻ എപ്പോഴും ചോദിക്കുമ്പോഴും തരുന്നത് അതുകൊണ്ടല്ലേ, നമ്മൾ ഈ ഒരു ഇത്രയും സ്റ്റേജിൽ വർക്ക് അവിടെ കണ്ടു കഴിഞ്ഞിട്ടല്ലേ തരുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്കും പ്രശ്നമില്ല. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിലോട്ട് പോയി വീടിൻ്റെ കാര്യങ്ങൾ കാണാം. അവരെ കൊണ്ട് തന്നെ നമുക്ക് ഓരോന്നോരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യിപ്പിച്ച് മനസ്സിലാക്കാം. കം. വീടിൻ്റെ പേരെങ്ങനെയുണ്ട് ഗൈസ്? സദ്ഗമയ. ലെനയുടെ ഇഷ്ടത്തിനിട്ട പേരാണ്. ഞങ്ങൾ വേറെ പേരൊക്കെയാണ്. ഞങ്ങൾ ഇച്ചിരി മോഡേൺ ഫാമിലി ആയതുകൊണ്ട് ഞാനും സിയയും കുറച്ച് മോഡേൺ പേരുകളൊക്കെയാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞ പേര് എന്തുവരും? പിന്നെ ആ ഒരു അമ്മനെ കുറിച്ച് ഇനി പറയാൻ പോയി ഇനി കുടുംബ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ പിന്നെ ആ പേരങ്ങ് വിട്ടു. അങ്ങനെ ലെന തിരഞ്ഞെടുത്ത പേരാണ് സദ്ഗമയ, സമാധാനം. ഓക്കെ. അപ്പോൾ ഈ പേര് നെയിം ബോർഡ് നമ്മുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന വേറെ ഒന്നുമല്ല, നമുക്ക് വീട് റെഡിയായി തന്ന കൂട്ടത്തിൽ അവർ നമുക്ക് തന്നൊരു സമ്മാനമാണ്. സദ്ഗമയ എന്ന് പറയുന്ന പേര് എടുത്തുകൊണ്ട് വന്ന് ഇത് ഇനി ഇങ്ങനെ ഫിറ്റ് ചെയ്ത് തരും അവർ. ഇന്നിപ്പോൾ കണ്ടുവന്ന് കിട്ടിയതേ ഉള്ളൂ, നമ്മളിവിടെ ഫിറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു കുഞ്ഞ് ഫ്ലാറ്റാണ്. ഫ്ലാറ്റിൻ്റെ ലേ ഔട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കയറുന്ന ഒരു ലിവിങ് റൂമുണ്ട്, പിന്നെ ഒരു 3 ബെഡ്റൂംസ്. അത് കയറുമ്പോൾ ഈ ഭാഗത്ത് തന്നെ ഒരു ബെഡ്റൂമുണ്ട്, അത് നമുക്ക് വഴിയെ കാണിക്കാം. ഇവിടെ ഒരു ബെഡ്റൂം, പിന്നെ ആ ഭാഗങ്ങളിലായിട്ട് 2 ബെഡ്റൂം, 3 ബെഡ്റൂം ഫ്ലാറ്റാണ്. പിന്നെ ഇവിടെ ഒരു കുഞ്ഞ് കിച്ചൺ, പിന്നെ ഇവിടെ ഒരു ഡൈനിങ് സ്പേസ്, പിന്നെ 1-2 ബാൽക്കണീസാണ് ഉള്ളത് മൊത്തത്തിൽ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ലിവിങ് സ്പേസിലാണ്. അപ്പോൾ ലിവിങ് സ്പേസിൽ നമുക്ക് ഒറ്റ റിക്വയർമെൻ്റ് ആയിരുന്നു. ഒന്ന് നമ്മുടെ ഒരു ലൈവ് കിച്ചൺ, ഒരു ഓപ്പൺ കിച്ചൺ വേണം എന്നുള്ളത്. ഇത് ആക്ച്വലി നമ്മുടെ അപ്പാർട്ട്മെൻറ്റുകാർ ചെയ്തത് ക്ലോസ് ചെയ്തിട്ടാണ് ചെയ്തിരുന്നത്. പക്ഷേ നമുക്കതൊരു ഓപ്പൺ കിച്ചൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നമ്മൾ ചോദിക്കുകയും ആ രീതിയിൽ അവർ നമുക്ക് ചെയ്തു തരികയും ചെയ്തു. അത് മാത്രമാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ അവർ തന്നെയാണ്, സാൻഡ് ഡിസൈൻസ് തന്നെയാണ് നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ആയിരുന്നത്, എങ്ങനെയാണ് നിങ്ങൾ ചെയ്തത് എന്നുള്ളതെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ കടന്ന രീതിയിൽ ചേട്ടന് കുറച്ച് സജഷൻസ് ഇവരുടെ രീതിയിൽ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതായത് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വിത്ത് കിച്ചൺ, ഓപ്പൺ കിച്ചൺ അല്ല, നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ ക്ലോസ്ഡ് ആയിരുന്നു, അതിനെ കട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ രീതിയിൽ എല്ലാം ചേട്ടൻ തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ കെയർ ടേക്കറിനെയൊക്കെ അറേഞ്ച് ചെയ്തു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ TV യൂണിറ്റിൻ്റെ പൊസിഷനും വേറെ ആയിരുന്നു, അതും നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇങ്ങോട്ട് മാറ്റിയതാണ്. അതെ, ആദ്യം ഈ ഭാഗത്തായിരുന്നു TV യൂണിറ്റ് വന്നിരുന്നത്. അപ്പോൾ ഇങ്ങനെ സോഫ വരും, അങ്ങനെയാണ് അവരുടെ പ്ലാനിലുണ്ട്. ഇവിടെ ഒരു കൺജഷൻ ഫീൽ ചെയ്യാതിരിക്കാനായിട്ട് ഈ ഒരു അറേഞ്ച്മെൻറ്റ് കിട്ടാൻ ഈ വോള് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു TV യൂണിറ്റ് ഇവിടെ ആക്കിയത്. അപ്പം നോർമലി നമ്മൾക്കിവിടെ ഉണ്ടായിരുന്ന റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കായിട്ട് എല്ലാ കാര്യങ്ങളും മോഡുലാർ കിച്ചനും നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ഇവരുടെ റിക്വയർമെൻറ്റിൽ കളർ ഉൾപ്പെടെ കാര്യങ്ങൾ ഇവർ സജസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ഉൾപ്പെടെ കാണിച്ച് ചെയ്തതാണ്. ബാക്കിയെല്ലാം നമ്മുടെ ഇഷ്ടത്തിന് വിട്ട് തന്നിരിക്കുകയായിരുന്നു. ഫർണിച്ചർ ഉൾപ്പെടെ എല്ലാ ഡിസൈൻസും നമ്മുടെ ഇഷ്ടത്തിന് വിട്ട് തന്നിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ഈ ഹോളിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. ബേസിക്കായിട്ട് നമ്മൾ യൂണിറ്റായിട്ട് ചെയ്തിരിക്കുന്ന ഇവിടെ ഒരു TV യൂണിറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ കിച്ചൺ, ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ, ബാക്കി ഫർണിച്ചർ, സോഫ, ഡൈനിങ് ഏരിയ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ മൊത്തത്തിൽ ഒരു ഭംഗി കൂട്ടാനായിട്ടാണ് നമ്മൾ ഈ പാർട്ടീഷൻ, വോൾ യൂണിറ്റുകൾ, ലൈറ്റിങ്സ്, സീലിംഗ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അത് മൊത്തത്തിലൊരു പ്രീമിയം ആംബിയൻസ് കിട്ടാനായിട്ടാണ്. അതിൻ്റെ ഒന്നും ഡിസൈൻസിൻ്റെ കാര്യങ്ങളിൽ ഇവർ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചിട്ടില്ല, നമുക്ക് ഒരു ശല്യം ഉണ്ടാക്കിയിട്ടില്ല. സാധാരണ ഇതിലുള്ള റിക്വയർമെൻറ്റ്സ് അവർ തന്നിട്ടുണ്ട്, നമ്മളത് വെച്ചിട്ട് നമ്മുടെ രീതിയിൽ നമ്മുടെ സ്വന്തം വീട് പോലെ തന്നെ ചെയ്തത്. കാരണം നമ്മൾ ഓരോ സ്ഥലത്ത് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ അത്രയും നമ്മൾ നല്ല രീതിയിൽ ഡിസൈൻസ് നോക്കി ഇവിടുത്തെ ക്യാപ്റ്റായിട്ടുള്ള സെലക്ട് ചെയ്ത് കൊടുത്തപ്പോൾ വളരെ കുറച്ച് സജഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ മാക്സിമം നമ്മൾ ഇഷ്ടത്തിന് ചെയ്തോ എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇതെല്ലാം നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തതാണ്. ഭാഗ്യത്തിന് അവർക്ക് അതെല്ലാം ഇഷ്ടപ്പെടുകയും ചെയ്തു. അവരെ നമ്മൾ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവരെ ശല്യപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ലേ. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയ ഇല്ലാഞ്ഞതുകൊണ്ടും സമയമില്ലാഞ്ഞതുകൊണ്ടും ഓരോ ദിവസം അവർ വന്ന് കാണുമ്പോഴാണ് ഓരോ മാറ്റങ്ങൾ. ഇപ്പോൾ ഇതൊക്കെ ഓരോ സ്റ്റേജിൽ ഓരോ റൗണ്ടൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതെന്താണ് വരുന്ന ഔട്ട് വരുന്നതെന്നും അറിയില്ല. അപ്പോൾ ഓരോ ദിവസം വരുമ്പോൾ ഓരോ അപ്ഡേറ്റ് ആണ്. അതുപോലെ ഓരോ യൂണിറ്റിലും അങ്ങനെയാണ്. പിന്നെ ലാസ്റ്റ് പറഞ്ഞ ഫോട്ടോ ഫ്രെയിംസ് നമ്മൾ ഇതൊന്നും അല്ല പ്ലാൻ ചെയ്തിരുന്നത്. നമ്മൾ വേറൊരു സംഭവമൊക്കെ അവിടെ ജസ്റ്റ് ഒരു ഫാമിലി സെറ്റപ്പ്, അതിന് നമ്മളും പുതിയൊരു രീതിയിലുള്ള അക്രലിക്കിലൊക്കെ ചെയ്ത് എല്ലാം മാക്സിമം പുതിയ കൺസെപ്റ്റുകൾ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട് എല്ലാ യൂണിറ്റിലും. അപ്പോൾ ഇതാ പറഞ്ഞത് ഓരോ ദിവസവും വരുമ്പോഴും അവർക്ക് തന്നെ ഓരോ അപ്ഡേറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന അവർക്കാണ്. അപ്പോൾ ഇനിയും ഞങ്ങളെ ക്ലൈൻസ് ആക്കാം. അല്ല, ഇതിൽ വേറൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പാർട്ടീഷൻ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഞങ്ങൾ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇപ്പോഴും ആലോചിക്കുമ്പോൾ എന്ത് പൊട്ട സാധനങ്ങൾ, പല സാധനങ്ങളും നമ്മൾ അറിയത്തില്ല എന്താ ചെയ്യുന്നത്, എന്തെങ്കിലും ചെയ്ത് വെക്കട്ടെ എന്ന് വെച്ചാൽ. പക്ഷെ ആക്ച്വലി വന്നപ്പോൾ നോർമൽ എല്ലായിടത്തും ചെയ്യുന്ന ഒരു സംഭവമാണ് ഡിസൈൻ എടുത്തത്. അപ്പോൾ നമ്മൾ സജസ്റ്റ് ചിലപ്പോൾ അത് നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ആ ഡിസൈൻസ് പോരാന്ന് പറയുമ്പോൾ ഇവർ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് പുതിയ പുതിയ സാധനങ്ങളോട് ചെയ്യാനുള്ള ഒരു ഇതും കിട്ടിയത്. അല്ല അത് നമ്മൾ നോക്കുമ്പോൾ ഇത് 4 കമ്പി ഉണ്ടോന്നൊക്കെ ഇങ്ങനെയൊക്കെ വെക്കുന്നു. ഇത് എന്തായിരിക്കും ഇവർ ഉദ്ദേശിക്കുന്നത്? എന്നാലും ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് ഇനിയിപ്പോൾ എന്തായാലും അവർ ചെയ്യുന്ന കണക്ക് ചെയ്ത് വരട്ടെ. നോക്കിയോ അവസാനം നോക്കുമ്പോഴത്തേക്ക് എല്ലാം അങ്ങനെ ഓരോ കാര്യങ്ങൾ. ആ ഒരു വോള് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വോളാണത്. നല്ല ക്രിയേറ്റീവായിട്ട് നോക്കിയപ്പോൾ അത് ലാസ്റ്റാണ് അത് ചെയ്യണം. ലാസ്റ്റ് എല്ലാ വിലയും കൊണ്ട് ഫിനിഷ് ചെയ്തപ്പോൾ അതൊരു പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന കണ്ടിട്ട് അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, അപ്പോൾ എല്ലായിടത്തും പാനലിങ്ങും കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ തപ്പിയെടുത്തിട്ടൊരു യൂണിറ്റായിട്ട് ചെയ്ത് അതിന് വലിയ കൺസെപ്റ്റ് ഒന്നുമില്ല. ജസ്റ്റ് നമ്മുടെ അവിടെ ഒരു സ്പേസ് നമ്മൾ എംറ്റി ആക്കി ഇടാതെ ഒന്ന് യൂട്ടിലൈസ് ചെയ്യുന്നു, അത്ര. ഭയങ്കര കളർഫുൾ ഇൻ ദ സെൻസ് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി തരുന്ന ഒരു രീതിയിലാണ് ചെയ്തത്. ആദ്യം ആ ഗ്രേ പെയിൻറ്റ് ഇവർ അടിച്ചിരുന്നത്. അപ്പോൾ ഗ്രേ പെയിൻറ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഗോൾഡൻ സ്ട്രൈപ്സ്, ഇത് കൊള്ളാം എന്ന് പറഞ്ഞ് നിന്നപ്പോഴത്തേക്കാണ് നോക്കിയപ്പോൾ വേറെ എന്തൊക്കെയോ കൊണ്ടുവന്ന് ചെയ്യുന്നത്. പക്ഷേ ഇതെന്തോന്ന് നല്ലതായിരുന്നല്ലോ ആ ഗോൾഡൻ സ്ട്രൈപ്സ്, അതിൻ്റെ മുകളിൽ ഇവർ എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരുന്ന അവസാനം നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു സാധനം ഒട്ടിച്ചെടുത്തതല്ല എല്ലാം. ഈ സാധനം എല്ലാം അതെല്ലാം നമ്മൾ വരച്ച് കൈകൊണ്ട് തന്നെ വരച്ച് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ട് കൈകൊണ്ട് തന്നെ പെയിന്റ് ചെയ്തെടുത്ത് ചെയ്തതാണ്. ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ഇവിടെ വന്ന. ഇപ്പൊ നമ്മുടെ ഫാമിലിയിലായാലും ഇത് എന്തുവാ അത് കൊള്ളാം, പെയിന്റിന്റെ കൺസെപ്റ്റ് എന്തോന്ന് ചേച്ചി എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൺസെപ്റ്റ് അല്ല, മൊത്തത്തിൽ കാണുമ്പോൾ ഒരു ഭംഗി വരും, കാണുമ്പോൾ ഒരു മോഡേൺ ആണ്, റിലേറ്റ് ചെയ്യും, നമ്മളതിനെ റിലേറ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ പിന്നെ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന വീഡിയോയുടെ പരിപാടികൾ ഉള്ളതുകൊണ്ട് നമുക്ക് ലൈറ്റ് വേണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. ആവശ്യത്തിന് അധികം ലൈറ്റ് അവർ നമുക്ക് ഇട്ടിട്ടുണ്ട്, ഒരു പഞ്ഞവും ഇല്ല. നമ്മൾ പിന്നെ ചെയ്തത് സീലിംഗ് ചെയ്തിട്ടുള്ള നമ്മൾ ഈ റൂമിലും, അതായത് നമ്മുടെ ഈ ഹാളിലും പിന്നെ നമ്മുടെ ഒരു ഗസ്റ്റ് റൂമുണ്ട്, ഈ 2 സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ സീലിംഗ് ചെയ്തിട്ടുള്ളൂ. ഇവിടെ പിന്നെ ഈ പറയുന്ന നമ്മുടെ ഫോട്ടോസ് സെലക്ട് ചെയ്ത് കൊടുത്തു. അത് ലാസ്റ്റ് മിനിറ്റിലാണ്, പക്ഷേ അവർ നല്ലപോലെ പ്ലേസ് ചെയ്ത് തന്നു. അതുപോലെ തന്നെ ആ കാണുന്നൊരു ഫോട്ടോ എന്ന് പറയുന്നത് അത് നമ്മുടെ കിച്ചൻ്റെ തീമുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ, പക്ഷേ 2 വർഷം മുമ്പ് എടുത്ത ഫോട്ടോ ആണെങ്കിൽ പോലും എനിക്കത് ഈ ഫോട്ടോ ഒക്കെ ഇവിടെ ഒഴിവാക്കിയതാണ്. ഞാനാണത് പിന്നെ സെലക്ട് ചെയ്ത് നിർബന്ധമൊക്കെ എടുത്തത്. നല്ല ഫോട്ടോ, ഫാമിലി ഫോട്ടോയിൽ നല്ല ഫോട്ടോ എന്ന് പറയുന്നത് അതാണ്. അത് ചേച്ചി വേണമെങ്കിൽ ഒഴിവാക്കണം പറഞ്ഞ, പക്ഷെ അങ്ങനെ ആ സ്ഥലം നോക്കി അവരവിടെ പ്ലേസ് ചെയ്തു. അത് ആയിട്ട് ചിന്തിച്ച് കാര്യങ്ങൾ എങ്ങനെയായി വരും, ഈ സാധനം ഇത് എങ്ങനെയായി വരും എന്നുള്ളൊരു ഔട്ട്കമ്മിനെ കുറിച്ച് അവർക്ക് നല്ലൊരു ധാരണ ഉള്ളതുകൊണ്ട് ആണ് എന്ത് തന്നെയാണെങ്കിലും നമുക്ക് നമ്മുടെ ഫ്ലാറ്റ് ഈ ഒരു രീതിയിൽ ആയി കിട്ടിയത്. പിന്നെ നമുക്കിത് ഇവിടെ 2 ചെയറുണ്ട്, ബാർ സ്റ്റൂൾസ് പോലെ. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൽ 2 ചെയർസ് ഉണ്ട്. പിന്നെ ഇവർ ചെയ്ത് തന്ന കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞായിരുന്നല്ലോ, ഫർണിച്ചേഴ്സ്, ബാക്കി ഇൻറ്റീരിയർ എല്ലാം ഇവർ തന്നെ, സോഫ ഇതെല്ലാം സെലക്ട് ചെയ്തതും എല്ലാം ഇവർ തന്നെയാണ്. പിന്നെ അല്ലാതെ നോക്കുമ്പോൾ നമ്മൾ പിന്നെ ഒരു TV, അത് നമ്മൾ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നമ്മൾ മൈജിന്ന് എടുത്തതാണ്. TVയും സൗണ്ട് ബാറും ഒക്കെ ലെനയുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിട്ട് ലെന ഇങ്ങനെ സ്വരുക്കൂട്ടി വെച്ച പൈസ കൊണ്ട് വാങ്ങിച്ചൊരു TV ആണ്. അതിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നല്ലൊരു TV വാങ്ങിക്കണം. എന്തായാലും നല്ലൊരു TV വാങ്ങിച്ചു. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ആദ്യത്തെ ഒരു ബെഡ്റൂമിലേക്ക് പോയി അവിടുത്തെ ഡീറ്റെയിൽസ് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. ഫ്ലാറ്റിൽ നമ്മൾ തുടങ്ങിയ സമയത്ത് നമ്മൾ ആദ്യമേ ഇവരുടെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് സ്റ്റോറേജ് സ്പേസ്, കാര്യം ഫ്ലാറ്റ് ആയതുകൊണ്ടും നമുക്ക് ഒരുപാട് സാധനങ്ങൾ വെക്കാനുള്ളതുകൊണ്ടും പിന്നെ ഒരുപാട് ഇങ്ങനെ വെളിയിൽ കാണണ്ട, വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ എപ്പോഴും സാധനങ്ങൾ വെളിയിൽ കാണണ്ട എന്നുള്ളതുകൊണ്ട് സ്റ്റോറേജ് സ്പേസ് വേണം എന്നാണ് നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യം. അത് ഈ സ്റ്റാർട്ടിങ് ഫ്രം ബെഡ്റൂം അല്ലെങ്കിൽ ലിവിങ് റൂം എല്ലായിടത്തും അങ്ങനെ നമ്മൾ മാക്സിമം സ്റ്റോറേജ് സ്പേസ് കൊണ്ടുവരാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അത് നല്ല എഫക്റ്റീവായിട്ട് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ എന്തൊക്കെയാണ് ചെയ്തേക്കുന്നത്? ഇവിടെ നമ്മൾ മെയിനായിട്ട് ഹെഡ് റെസ്റ്റ്, ബെഡ്, ഈ ലോഫ്റ്റുകൾ, മെയിൻ വാർഡ്രോബാണ് അക്രിലിക് ഫിനിഷാണ്, ഗോൾഡ് ബീഡിങ് കൊടുത്ത് അക്രിലിക് ഫിനിഷ്. ഇവിടെ ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്പേസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബെഡ് ആണെങ്കിൽ നമ്മൾ ഓൺലൈനിൽ നിന്ന് എടുത്തതാണ്. എന്നിട്ട് അതിൻ്റെ അകത്തും നമ്മൾ സ്റ്റോറേജ് സ്റ്റോറേജ് കൊടുക്കാൻ വേണ്ടി ഇളക്കി പണിതിട്ടുണ്ട്. മാക്സിമം സ്റ്റോറേജ് ഇതിൻ്റെ അകത്ത് കയറ്റിയിട്ടുണ്ട്. പിന്നെ ഈ വാളിൽ പെയിന്റിങ് ചെയ്ത് ഒരു മിററിന്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഈ ബെഡ് ഇവർ ഓൺലൈൻ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്ന് കസ്റ്റമൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. അതും നമ്മളെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ചെയ്ത ഇന്റീരിയർ ചെയ്തതിന് നമുക്ക് അങ്ങനെ ഭീമമായ തുകയായിട്ടില്ല. ഇത് കാണുമ്പോൾ നല്ല എത്രയാവും നിങ്ങൾ പറയൂ. ഇങ്ങനെ ഈ ഒരു സെറ്റപ്പ് അത് നിങ്ങൾ പറ്റുന്നവർ കമൻറ്റ് ചെയ്യുക. അറിയാവുന്നതുകൊണ്ട് ഏകദേശം എത്ര രൂപയാവുമെന്ന് എന്ന് വെച്ചിട്ട് 10,000 രൂപ ഒന്നും പറഞ്ഞാലായത്. നോർമൽ കേസിൽ നമ്മുടെ നമ്മൾ ഈ മൊത്തം ഒരു വീഡിയോ കാണിക്കുക, ഇതൊരു ചലഞ്ചാണ് ഓഡിയൻസിനുള്ള, അല്ലേ? നമ്മുടെ ഈ ഒരു സെറ്റപ്പിൽ ഒരു ഇന്റീരിയർ ചെയ്തെടുക്കുന്നതിന് ഏകദേശം സെലക്ഷൻസ് ഒരു ഗിഫ്റ്റ് ഞാൻ കൊടുക്കും. ഞാൻ ഇവരുടെ കിരണിന്റെ നെഞ്ചൊന്ന് കത്തി, ഭഗവാനെ ഇനി നമ്മുടെ അടുത്ത് വല്ല ഓഫറും പറയും. ഓക്കെ, അപ്പോൾ സെലക്ഷൻസ് വേയിൽ എന്നൊരു ഓഫർ കിട്ടുക, ഒരു ഗിഫ്റ്റും കിട്ടാനുള്ള ഒരു നമ്മുടെ ഈ ഫ്ലാറ്റിന്റെ വീഡിയോ ത്രൂ ഔട്ട് കണ്ടിട്ട് ഏകദേശം ഇത് ഇന്റീരിയർ ചെയ്യാൻ നമുക്ക് എത്ര രൂപയായിട്ടുണ്ടെന്ന് പറയുന്നവരുണ്ട്. ഏകദേശം അപ്രോക്സിമേറ്റ് പറയുന്നവരിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെടുന്ന ഒരാൾക്ക് ഉറപ്പായിട്ട് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. നിങ്ങളുടെ സീക്രട്ട് വെളിയിലാവും, പക്ഷെ കുഴപ്പമില്ല.
ഓക്കെ. അവർക്ക് നല്ലതല്ലേ സീക്രട്ട് റേറ്റ് എത്രയാന്ന് ഏകദേശം അറിയാൻ സീക്രട്ട് ഒന്നുമില്ല. അങ്ങനെ എന്താ പറയുക, ഇത് നോർമലി ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഇത് കാണുമ്പോൾ ഈ കാണുന്ന ഒരു ഇതല്ല, അത് ആക്ച്വലി വളരെ എഫക്റ്റീവായിട്ട്, കോസ്റ്റ് എഫക്റ്റീവായിട്ട് റീസണബിൾ റേറ്റിലാണ് നമുക്ക് സംഭവം ചെയ്തു തന്നെ. ഏറ്റവും കുറച്ച് നിങ്ങൾ കമന്റ് ചെയ്യരുത്, ഒരു എന്താണല്ലേ അതെ അതെ. പയ്യെ താമസിച്ചൊക്കെ എഴുന്നേക്കുന്ന കൂട്ടത്തിലുള്ളവരാണ് വർക്കില്ലാത്ത ദിവസങ്ങളിൽ. സോ അതുകൊണ്ട് നമുക്ക് ഈ സൈഡ് കിഴക്ക് വശമാണ്, ഈ ഫ്ലാറ്റിൻ്റെ ഈ സൈഡ് എന്ന് പറയുന്നത് കിഴക്ക് വശമാണ്. രാവിലെ സൂര്യൻ ഉദിക്കുന്നത് ഇവിടെ ഡയറക്റ്റ് നല്ല വെട്ടം കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇതുപോലെ തന്നെ കിച്ചണും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്ത് നല്ലപോലെ ഇത് വെക്കണമെന്നുള്ളത് വെച്ചാൽ സൺലൈറ്റ് അകത്ത് കിട്ടാത്ത രീതിയിൽ ഒന്ന് സീൽ ചെയ്തെടുക്കണമെന്ന് പറഞ്ഞ്, അപ്പോൾ അങ്ങനെയാണ് അവർ ഈ കേർട്ടൻസ് ഇതിനകത്താക്കി ഇങ്ങനെ ഒരു ബോക്സൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് തന്നത്. അപ്പം ഇതുകൊണ്ട് നമ്മളെന്തായാലും നേരം വെളുക്കുന്ന അങ്ങനെ അറിയാം. അതെ, അങ്ങനെ അവർ വിചാരിച്ചപ്പോൾ നമ്മളിപ്പോൾ 11 അതെ ഫുള്ളിരുട്ട് ഡാർക്ക് മോഡാണ്. അതെ, ബ്ലാക്ക് ഔട്ട് ചെയ്ത് തന്നു. അതൊരു വലിയ കാര്യം. പിന്നെ അടുത്ത പറയേണ്ടത് നമുക്ക് അവിടെ ഒരു ഡ്രസ്സിങ് റൂം ഡ്രസ്സിങ് ഏരിയ ഇവിടെ അവർ നല്ല രീതിയിൽ ഇങ്ങനെ ഭംഗിയായിട്ട് ഒരു സിമ്പിളായിട്ടുള്ളൊരു യൂണിറ്റ് ഞങ്ങൾ ഒരു ദിവസം വന്ന് നോക്കിയപ്പോൾ ഇതൊക്കെ റെഡിയായി നിൽക്കുന്നു. അതുപോലെ തന്നെയാണ് ദാണ്ട ഈ കാണുന്ന മിററും. ആദ്യം എല്ലായിടത്തും മിറർ ഇവർ ഇങ്ങനെ വെക്കും, നമുക്കായതുകൊണ്ട് ഇവർ തലതിരിച്ച് വെച്ച് തന്നു. ആദ്യം നമ്മൾ വിചാരിച്ചു ഇവരെന്ത് തലതിരിച്ച്, പിന്നെ നോക്കിയപ്പോഴത്തേക്ക് നല്ല രസമുണ്ട് സാധനം ചെയ്തു തന്നപ്പോഴത്തേക്ക്. അതൊക്കെയാണ് ഇപ്പോഴത്തെ ഫാഷൻ, ഇപ്പോഴത്തെ പിള്ളേരുടെ. അപ്പോൾ ഈ പറഞ്ഞ കബോർഡ്, പിന്നെ ആ സൈഡിൽ അവിടെ നമുക്ക് ഒരു ഈ മൊബൈൽ ചാർജ് ചെയ്യാനൊക്കെ വെക്കാനും അല്ലെങ്കിൽ ചാർജ് ചെയ്തിട്ട് വെക്കാനും ഒക്കെ ആയിട്ട് ഒരു സ്പേസ് കൂടെ നല്ല രീതിയിൽ ചെയ്തു തന്നിട്ടുണ്ട്. അതിലിങ്ങനെ ചെടിയൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ അല്ലേ. പിന്നെ വാഷ്റൂം അത് 3 വാഷ്റൂംസിലും നമുക്ക് ഈ പറയുന്ന ടോയ്ലറ്ററീസും കാര്യങ്ങളുമൊക്കെ ഒന്ന് എന്താ പറയുന്നത് അത്ര വിസിബിളായിട്ട്, പ്രത്യേകിച്ച് ഈ പറയുന്ന ക്ലോസറ്റ് കഴുകുന്ന ബ്രഷും ഹാർപ്പിക്കും ഒക്കെ ഇങ്ങനെ തുറന്നിരിക്കേണ്ട എന്നുള്ളത് കൊണ്ട് അതൊന്ന് അടച്ചു വെക്കാവുന്ന രീതിയിൽ വൃത്തിയായിട്ട് അതിനും പോയപ്പോൾ ഞാൻ ഇതുപോലെ കണ്ടത്. അപ്പോൾ അന്നോട്ട് അങ്ങനെ വെച്ചാൽ കുറച്ച് വൃത്തിയായിരിക്കുമല്ലോ എന്ന് തോന്നിയിട്ട് അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ ബ്രഷൊക്കെ തന്നെയാണ്, ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന ബ്രഷൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിൽ വെക്കാനായിട്ടൊരു ഇത് അവർ കബോർഡ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ അവർ നല്ല തോട്ട്ഫുള്ളി അതിനടിയിൽ ഡ്രെയിനും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് വെള്ളമൊന്നും അതിൽ നിൽക്കാത്ത രീതിയിലൊക്കെ നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ ഡൈനിങ് റൂം എന്ന് പറയാൻ പറ്റത്തില്ല, ഡൈനിങ് സ്പേസ് എന്ന് പറയാം. പാർട്ടീഷൻ വെച്ച് നമ്മളൊരു ഡൈനിങ് സ്പേസ് ഒറ്റ ഹോളായിരുന്നു. നമ്മളതിന് ഒരു പാർട്ടീഷൻ കൊടുത്ത് ആദ്യമേ ഡിസ്കഷനിൽ പാർട്ടീഷൻ ഉണ്ടായിരുന്നു, ലിവിങ് ഡൈനിങ് സെപ്പറേറ്റ് ചെയ്യാനായിട്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പാർട്ടീഷൻ്റെ ഡിസൈന് അവർ തന്ന ഡിസൈൻ നമ്മൾ ചെയ്യാത്തതല്ല, അതിന് സിമ്പിളായത് കാരണമാണ്. ഇതിലിപ്പോൾ ഒരു സ്റ്റോറേജ്, എപ്പോഴും ചേച്ചി പറയുന്നവർക്ക് സ്റ്റോറേജ് ആണ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എവിടെയൊക്കെ പറ്റുമോ അവിടെയൊക്കെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഉദാഹരണം നമ്മളിവിടെ ഈ ലിവിങ് ഹാളിൽ തന്നെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഈ പാർട്ടീഷൻ വിത്ത് സ്റ്റോറേജ് വേണം. പിന്നെ ഒരു ക്രോക്കറി യൂണിറ്റ് കൂടെ അതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡിസൈനിലോട്ട് പോയത്. ഇതാകുമ്പോൾ ഒരു സൈഡ്, ഈ സൈഡ് ഫുള്ള് സ്റ്റോറേജ് ആണ്. ആ സൈഡ് സോഫ ഇട്ടിരിക്കുന്നത് നമുക്ക് തുറക്കാൻ പറ്റും. ഈ സൈഡ് ഫുൾ അവർക്ക് സ്റ്റോറേജും കിട്ടിയിട്ടുണ്ട്. പാർട്ടീഷൻ്റെ മീൻസ് ഡെക്കറേറ്റീവ് ഐറ്റംസ് വെക്കാനും കിട്ടിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ 2 കാര്യങ്ങളാണ്. ഒന്ന് ലൈറ്റ്, സ്റ്റോറേജ്. പിന്നെ നമ്മൾ പറഞ്ഞ ഡിസൈനോട് വെച്ചിരുന്ന മഹ ബോറായിരുന്നു. അപ്പോൾ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ ഒന്ന് നമുക്ക് ഇവിടെ ഇങ്ങനൊരു ഇത് കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ്, ഇതിന് മുകളിലുണ്ട്. പിന്നെ അതുപോലെ താഴെ ഇത്രയും ഈ സ്പേസസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡൈനിങ് ടേബിൾ സെലക്ഷനിലേക്ക് വന്നപ്പോഴത്തേക്കും നമുക്ക് എഗെയിൻ സ്പേസ് എന്ന് പറയുന്ന ഒരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കൺസേൺ ആയിരുന്നു. അതിന് ചെയ്ത് എനിക്ക് ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞ് ഡൈനിങ് ടേബിൾ നമുക്കൊരു 4 പേർക്ക് ആവശ്യമുള്ളവർക്കൊക്കെ ഹൈറ്റും എല്ലാം അത് സന്തു സെലക്ട് ചെയ്തതിന് ശേഷം സന്തുന് ഭയങ്കര സന്തോഷമായിരുന്നു ഇത് കിട്ടിയത്. നമ്മളിത് കുറച്ച് കഷ്ടപ്പെട്ട് നോക്കിയിട്ട്, കാരണം ആദ്യം വേറൊരു മോഡൽ നമ്മൾ ഇവിടത്തേക്ക് വേണ്ടി റെഡി ആക്കി അതിട്ടപ്പോൾ ഒരു കൺജഷൻ ഫീൽ ചെയ്തു. നമ്മൾ പാല് കാച്ചി ആ വീഡിയോ എന്നിട്ടും സമാധാനം നമുക്കൊരു പെർഫെക്ഷൻ ഫീൽ ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ വീണ്ടും തപ്പി ഇറങ്ങി. ഞാൻ എന്നിട്ട് ചേട്ടനെ വിളിച്ചിട്ട് തപ്പി ഇറങ്ങുവാണ്. ഇത് അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇത് ഞങ്ങൾ ഇത് പറയുമ്പോഴത്തേക്ക് നമ്മുടെ വീടിന് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യുന്നത് അതേ കണക്കത്തെ രീതിയിൽ തന്നെയാണ് അവർ ഇത് ചെയ്തേക്കുന്നത്. അതിപ്പോൾ നമ്മുടെ സഹോദരങ്ങൾ നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നു. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം അതുകൊണ്ട് തന്നെയാണ്. അതേ കണക്ക് തന്നെയാണ് അവർ വർക്ക് ചെയ്തേക്കുന്നത്. ആ ടേബിൾ നമുക്ക് ഓക്കെ ആയിരുന്നു, ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് കാര്യം. അത് ആക്ച്വലി നോക്കുകയാണെങ്കിൽ വലിയൊരു ടേബിൾ ആയിരുന്നു ഇവിടെ കിടന്നിരുന്നത്. ഞങ്ങൾ അതിനെ സാറ്റിസ്ഫാക്ഷൻ കിട്ടി. നമ്മളതിനെ കുറിച്ച് സംസാരിച്ചിട്ടുമില്ല. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആ ഒരു സാധനം ചെയ്തു വന്നപ്പോൾ കുഴപ്പമില്ല എങ്കിലും നമ്മൾ ഉദ്ദേശിച്ച സാധനം പെർഫെക്റ്റ് ആയിട്ടില്ല, ഇവിടെ ഇട്ടിട്ടത് കറക്റ്റ് ആയില്ല. അതുകൊണ്ടാണ് ഈ സാധനം തപ്പി പിടിച്ചത്. അത് അന്ന് നമ്മളൊരു കുറെ റൗണ്ട് അടിച്ചിട്ട് രാവിലെ ഇറങ്ങിയതാണ്. വൈകുന്നേരം 4 മണിക്ക് ഞാൻ ചേട്ടനെ വിളിച്ചപ്പോഴാണ് ഇത് കിട്ടിയത്. ചെയറും കിട്ടി. അതിൽ ചെയർ ഇതുമായിട്ട് മാച്ച് ആവുന്ന രീതിയിൽ തന്നെ ഒരു ചെയർ ഒപ്പിച്ച് കൊണ്ടുവന്നു. പിന്നെ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഈ ഒരു സാധനം കാണുമ്പോഴത്തേക്ക് എല്ലാവർക്കും തോന്നും എന്താണ് ഇത്. നമ്മൾ പല രീതിയിൽ നമുക്ക് പറയാം, ഇതിപ്പോൾ ആകാശവും ചന്ദ്രനും അല്ലെങ്കിൽ അങ്ങനെ സൂര്യനും ഒക്കെയാണ് ഉദ്ദേശിച്ചത്
ഉദ്ദേശിച്ചേക്കുന്നതെന്നൊക്കെ പറയാൻ സംഭവമൊന്നും അല്ല. ഇതിൻ്റെ ബാക്കിലാണ് നമ്മുടെ ടി വി ബോർഡ് ഇരിക്കുന്നത്. അതിനൊന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നൈസിന് ചെയ്തേക്കുന്ന ഒരു പരിപാടിയാണ്. പക്ഷേ അത് അഗെയിൻ നല്ലൊരു തോട്ട്ഫുള്ളായിട്ട് ചെയ്തൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം നമ്മുടെ ഷാൻലിയർ. അതെ, ഇവിടെ ഒരു ഫാനായിരുന്നു, അതിനെയൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ ലൈറ്റ് മേടിക്കാൻ പോയപ്പോൾ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഉണ്ടായിരുന്നു. ഇതിന്റെ വാങ്ങിച്ചു തിരുവനന്തപുരത്ത് തകരപ്പറമ്പ്. അതെ, ഇവര് ഉണ്ടായിരുന്നു. എനിക്കിത് കണ്ടപ്പോൾ അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പൊ പിന്നെ ഞങ്ങൾ നോക്കുന്നു, ചേച്ചിക്ക് വേണോ എന്നാ മേടിച്ചോ ഇടാം. വന്നവരെല്ലാരും അത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഫ്ലാറ്റ് അപ്പാർട്ട്മെന്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ലൈറ്റ് ആൾക്കാർ ഇടത്തില്ല, വീടുകളിൽ തൂക്കിയിടുന്നത്. ഇതാ രണ്ട് കൺസെപ്റ്റ് അവിടെ ഇഷ്ടപ്പെട്ടു. അതായത് നമ്മുടെ ആ ഒരു രീതിക്ക് നിൽക്കുന്ന ഒരു വൈബുള്ള ഒരു സാധനം. അതും കുറെ നോക്കിയിട്ടല്ല, നമ്മൾ കുറച്ച് നോക്കിയിട്ടാ കിട്ടി. ഇത് കറക്റ്റ് കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടുന്നു. ലൈറ്റും കൊള്ളാം, ആ ഒരു സ്ഥലത്ത് മൊത്തത്തിൽ ഈ ഒരു ഇതായി കിട്ടി. അതെ, അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ലിവിങ് റൂമിലെ വിശേഷങ്ങൾ. എന്നിട്ട് ഇനി നമുക്ക് നമ്മുടെ കിച്ചണും ഒക്കെ കാണാം. അതിന് മുന്നേ ബാക്കി 2 ബെഡ്റൂംസ് കൂടെ കണ്ടിട്ട് നമുക്ക് കിച്ചൺ കാണാൻ, ബാൽക്കണി കാണുകയും ചെയ്യാം. അപ്പം നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ഗസ്റ്റ് റൂമിൻ്റെ ബാൽക്കണിയിലാണ്. ഇവിടെ നമുക്ക് ഈ വീഡിയോ ഇത് ചെയ്യുന്ന സമയത്ത്, നെറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ചുകൂടെ ഡെക്കറേഷൻ ഉണ്ട്, നമുക്ക് ഇതൊന്നും ചെയ്യാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ നമ്മുടെ ഗസ്റ്റ് റൂമാണ് ഇത്. ഈ കാണുന്നതാണ് നമ്മുടെ ഗസ്റ്റ് റൂം. കാണുമ്പോൾ ഗസ്റ്റിന് വന്ന് വർക്ക് ചെയ്യാനുള്ള റൂം അല്ലേ? ഇത് യഥാർത്ഥത്തിൽ ഒരു ഗസ്റ്റ് റൂമാണോ ഓഫീസ് റൂമാണോ എന്നൊക്കെ തോന്നുന്ന രീതിയിലാണ് ഇവർ നമുക്ക് സംഭവം ചെയ്തു തന്നേക്കുന്നത്. ഇതിൽ കുറച്ച് സർപ്രൈസസ് ഒക്കെ ഉള്ള ഒരു ഗസ്റ്റ് റൂമാണിത്. ഒരു മൾട്ടി പർപ്പസ് റൂം എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഈ സൈഡ് കാണുമ്പോഴത്തേക്ക് ഇവിടെ കബോർഡുണ്ട്, ഇവിടെ ടി വി ഉണ്ട്, ടി വി പാനലുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ഇവിടെ നമുക്ക് ഇങ്ങനൊരു ടേബിളുണ്ട്. ഇത് നമ്മൾ ഈ പറഞ്ഞ കണക്ക് നമുക്ക് വീഡിയോയുടെ പരിപാടികളും പിന്നെ ഈ പറഞ്ഞ ഡിസ്കഷൻസും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഓഫീസ് റൂമാണ്. അതുപോലെ നമുക്ക് ഈ ടേബിൾ നമുക്ക് ഇങ്ങനെ അങ്ങ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു സ്പേസ് ഇത്രയും കിട്ടും. പ്രത്യേകിച്ച് ഫ്ലാറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് ഇപ്പം ഒന്ന് ഡാൻസ് പ്രാക്ടീസോ അല്ലെങ്കിൽ വർക്കൗട്ടോ ഒക്കെ ചെയ്യണം, യോഗയോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പേസിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ഇതാകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് സ്പേസും കിട്ടും. നമ്മൾ അവരുടെ അടുത്ത് ആവശ്യപ്പെട്ടിരുന്നൊരു കാര്യം ഇത് തന്നെയാണ്. അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു സ്പേസ് നമുക്ക് സെറ്റാക്കി തന്നു. അത് ഒന്ന് ഈ ആദ്യം പറഞ്ഞ ഓഫീസ് സ്പേസ്, പിന്നെ ഇങ്ങനെ പറയുന്നൊരു എംപ്റ്റി റൂം. അതുപോലെ തന്നെ ഈ സാധനം നമ്മളിങ്ങനെ മറിച്ചിട്ട് കഴിഞ്ഞാൽ അതൊരു ബെഡാണ്. അതെ, അതൊരു ബെഡാണ്. നമുക്ക് കാണാം. ഓക്കെ, പലരും വിചാരിക്കാറുണ്ട്, നമ്മളിങ്ങനെ ഗസ് ചെയ്യാൻ പറയുമ്പോൾ ആളുകൾ വന്നിട്ട് പറയാറുണ്ട് ഇതൊരു കബോർഡാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ കബോർഡ് നമുക്ക് അപ്പുറത്തുണ്ട്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഇറക്കി വയ്ക്കാൻ പോവാണ് കേട്ടോ. അതെ, ബെഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണമെന്നേ. വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്പേസിൽ ഒരു കൺവീനിയന്റ് ആയിട്ട് ഒരു ഹബ് സ്പേസ് ഇവർക്ക് വേണമെന്നുണ്ടായിരുന്നു. അപ്പം ആസ് ആൻ ഓഫീസ് അല്ലെങ്കിൽ ഒരു ബെഡ് സ്പേസ് അല്ലെങ്കിൽ വർക്കിംഗ് സ്പേസ് എന്തായാലും അതിന് വേണ്ടിയുള്ള സ്പേസ് ആയിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഓഫീസ് കം ബെഡ്, പിന്നെ അതേപോലെ തന്നെ ഒരു വാർഡ്രോബ് കം TV സ്പേസ്, പിന്നെ അതേപോലെ തന്നെ ബാക്ക് ഡ്രോപ്പിലൊരു വീഡിയോസ് എന്തെങ്കിലും എടുക്കണമെങ്കിൽ വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ഒരു WPC പാനലിംഗ് സെക്ഷൻ, പിന്നെ അതേപോലെ തന്നെ സിമ്പിളായിട്ട് ആ ഒരു പോർഷൻ വെറുതെ കിടന്നത് കാരണം ഒരു വാളായിട്ട് അവിടെ വെച്ചു. അപ്പം ടോട്ടലി ഇവർക്ക് ഓൾ ഇൻ ഓൾ ആയിട്ട് ഏറ്റവും മിനിമലിസ്റ്റിക് സ്പേസിൽ ഒരു വർക്ക് ഏരിയ ഓർ ബെഡ് സ്പേസ് എന്ത് വേണേ പറയാം. അതെ, ഇതൊന്നും ചെയ്ത അവർ നമ്മൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമല്ല. നമ്മളവിടെ ഒരു സംഭവം ചെയ്യുന്നുണ്ട്, ചെയ്തോ എന്ന് നമ്മൾ പറഞ്ഞു. നല്ല അടിപൊളിയായിട്ട് സംഭവങ്ങൾ ചെയ്തു തന്നു. ഹാൻഡ് ആർട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ, ഈ പറയുന്ന നമുക്ക് കബോർഡും കാര്യങ്ങളും. ഇതിപ്പോൾ ഒരു ബെഡ്റൂം ആയി കഴിഞ്ഞു. ഇതിങ്ങനെ ആവശ്യമില്ലാത്ത സമയത്ത് നമുക്കിത് പൊക്കി വയ്ക്കാം. എന്തായാലും അതിനും താങ്ക്സ്. ഇനി നമുക്ക് അടുത്ത റൂമിലേക്ക് പോവാം. കമോൺ. സോ ഇത് ഞങ്ങളുടെ 3ാമത്തെ ബെഡ്റൂമാണ്. ഇതിൻ്റെ ഡിസൈനർ ഇവരെ ആരെയല്ല, ഇതിൻ്റെ ഡിസൈനർ സിയാന നിഖിലാണ് അല്ലേ? സിയ തന്നെ പറഞ്ഞു എന്തൊക്കെയാണ് സിയയുടെ റൂമിലുള്ള സിക്ക് വേണ്ട കാര്യങ്ങൾ. മാമാരത്ത് പറഞ്ഞ് സിയ എന്നെ സെറ്റ് ചെയ്യിപ്പിച്ചതാണ്. ഇവിടെ ഒരു ബങ്ക് ബെഡ് ഉണ്ട്. മേളത്തത് ഞാൻ കിടക്കുന്ന സ്ഥലം, താഴെ അച്ഛമ്മ കിടക്കുന്ന സ്ഥലം. ഇവിടെ ഓർത്തോപീഡിക് മാട്രസ് ആണ്, അവിടെ മാട്രസ് ആണ്. പിന്നെ പിന്നെ ഇതാണ് എന്റെ സ്റ്റഡി ടേബിള്. ഒരു ദിവസം സന്തു വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് സിയയ്ക്ക് ഫോൺ കൊടുക്കാമോ എന്ന് ചോദിച്ചു. എന്താ സംഭവം എന്ന് പറഞ്ഞപ്പോൾ സിയ അടുത്ത് പറയാം, സിയയ്ക്ക് കുറച്ച് ഫോട്ടോസ് അയച്ചിട്ടുണ്ട്.
അപ്പോൾ ഏതാണ് അവൾക്ക് വേണ്ടതെന്ന് ചോദിക്കാനാണ് എന്നും പറഞ്ഞിട്ട് സന്തുമാമ ഒരു ദിവസം ഫോൺ വിളിച്ചു. അപ്പോൾ അവർ ഡിസൈഡ് ചെയ്ത കാര്യമാണ്. ഇതിൽ ഞങ്ങൾക്കൊരു പങ്കുമില്ല. സിയയും സന്തുമാമനും കൂടെ സെറ്റ് ചെയ്ത ഒരു സ്റ്റഡി ടേബിളും ഏരിയയാണ്. നല്ല ക്യൂട്ടായിട്ട് ലൈറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ബങ്ക് ബെഡ് സെറ്റപ്പ് ചെയ്തതുകൊണ്ട് ഇത് ആക്ച്വലി ഞാനും സിയും കൂടെ ഇവിടെ കിടന്നുറങ്ങിയിട്ടുണ്ട്. കാര്യം ആദ്യത്തെ ദിവസം സിയയ്ക്ക് ഒറ്റയ്ക്ക് കിടന്നുറങ്ങാൻ പേടിയായിരുന്നു. അതുകൊണ്ട് ഞാനും സിയും കൂടെ ഇവിടെ കിടന്നുറങ്ങിയിട്ടുണ്ട്. എൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത് ഇത് എന്തായാലും പൊട്ടി വീഴത്തില്ലല്ലോ അല്ലേ? ഇത് മെറ്റൽ ഫ്രെയിമിൽ ചേട്ടാ, ഇത് മെറ്റൽ ഫ്രെയിമിൽ ചെയ്തിരിക്കുന്നതാണ്. ഇതിപ്പോൾ എത്ര വെയിറ്റ് കയറിയാലും പൊട്ടിയൊന്നും വീഴത്തില്ല. ഇത് നല്ല രീതിയിൽ തറപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ റോപ്പ് ചുറ്റിയിട്ടുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. അതൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. പക്ഷേ അത് സേഫ്റ്റിയേക്കാൾ ഉപരി അത് നല്ല ഭംഗിയാണ്. അത് നല്ല പ്ലേ ഏരിയ പോലെ യൂസ് ചെയ്യാം. കുട്ടികളുടെ ഫ്രണ്ട്സ് ഇവിടെ ഫ്രണ്ട്സ് വരുമ്പോഴത്തേക്ക് അതിനകത്ത് ചാടാൻ കളിക്കാം. അല്ല, ഞാൻ വെറുതെ ചോദിച്ചതാ. കാരണം എന്ന് വെച്ചാൽ നല്ല സ്ട്രോങ് ആണ്. നമുക്ക് ഇങ്ങനെ തട്ടി നോക്കുമ്പോ തന്നെ അറിയാൻ പറ്റും. പിന്നെ ഒരു ആർട്ടിന്റെ കാര്യം അതെ, ഭയങ്കര ഭംഗിയായിട്ടാ, നല്ല ഭംഗിയായിട്ട് അതിന്റെ വാൾ ആർട്ട് ഈ ചെയ്തേക്കുന്നത്. അതൊന്ന് നമുക്ക് തിരിച്ച് ക്യാമറ കാണിച്ചു തരാം. പിന്നെ അവിടെ ചെറിയൊരു ബാൽക്കണി അല്ല, അതൊരു വിൻഡോ ഉണ്ട് അവിടെ. അത് ഇതല്ല, അവിടെ കർട്ടനിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു വാഷ്റൂമും ഉണ്ട്. ഇതൊക്കെയാണ് ഈ റൂമിൻ്റെ വിശേഷം. ഇവിടെയും സ്റ്റോറേജ് നമുക്ക് ചെയ്തിട്ടുണ്ട്, ഈ സൈഡിലും ബാക്കിലുമായിട്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ നമുക്ക് ചെറിയൊരു പൂജ യൂണിറ്റ് ഉണ്ട്. അത് നമ്മുടെ മെയിൻ ഡോറിൻ്റെ അടുത്തായിട്ട് തന്നെ ചെറിയൊരു സെറ്റപ്പ്, ചെറിയൊരു സംഭവം. പിന്നെ ഇത് ഈ ഒരു കീ ഹോൾഡറും ഇവിടെ തന്നെയാണ് നമ്മളല്ല അവര് തന്നെ ചെയ്തു തന്നേക്കുന്നത്. ഇതാ ഇങ്ങനെ ചെറിയൊരു ഡിസൈനിൽ നമ്മുടെ പൂജ യൂണിറ്റ്. സോ ഇതാണ് നമ്മുടെ ഒരു ബാൽക്കണി. ഇത് ആക്ച്വലി കിച്ചൻ്റെ സ്പേസിൽ നിന്ന് നമ്മൾ മോഷ്ടിച്ച് ഉണ്ടാക്കിയ ഒരു ബാൽക്കണിയാണ്. ഇത്ര സ്ഥലമേ ഉള്ളായിരുന്നു, ചെറിയ ബാൽക്കണിയാണ്. അതിനെ നമ്മളൊന്ന് വലുതാക്കി. അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ വാഷ് യൂണിറ്റ് വെളിയിൽ തന്നെ ആയിരുന്നു. അത് പിന്നെ നമ്മൾ വെളിയിൽ വെക്കാൻ തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് അങ്ങനെ വെച്ചു. ചെറിയൊരു വലിയ ഡെക്കറേഷനുകളൊന്നും ചെയ്തിട്ടില്ല. എന്നിരുന്നാലും നമ്മളിവിടെ ഫ്ലോറിൽ ഇനി ഗ്രാസിൻ്റെ ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു വാൾപേപ്പർ കൊടുക്കാനും ഇതാണ് പെൻഡിങ് ആയിട്ടുള്ളത്. അത് ഈ രണ്ട് സൈഡിലായിട്ട് ചെയ്യുന്നുണ്ടാവും. ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നത്, ഈ ഒരു വാഷ്റൂമാണ് ഇതിൻ്റെ അപ്പുറത്ത് വരുന്നത്. ആ വാഷ്റൂമിൻ്റെ എക്സോസ്റ്റ് ആക്ച്വലി ഈ ഭാഗത്താണ് ബിൽഡർ കൊടുത്തിരുന്നത്. അത് നമ്മൾ ഒന്ന് ഹൈഡ് ചെയ്തങ്ങ് എടുത്തു. അതെ, അത് ആദ്യം ഇങ്ങനെ കണ്ടപ്പോൾ തൊട്ട് ചെയ്യേണ്ടത് ഭയങ്കര ഇറിറ്റേഷൻ. അയ്യോ അത് എന്ത് ചെയ്യും അത് എന്ന് വെച്ചാൽ മെയിൻ ഹോളിലൊക്കെ വരുന്ന എന്തോ ഒരു ബുദ്ധിമുട്ട്. എനിക്കൊരു ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ കൈ എഴുവാൻ ആൾ വരുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ആ ബാത്റൂമിൻ്റെ എക്സോസ്റ്റ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അതൊരു ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അവരുടെ അടുത്ത് തന്നെ പറഞ്ഞപ്പോൾ അവർ തന്നെ ഒരു സജഷൻ തന്നാണ് ഇങ്ങനെ ഒരു ബോക്സ് പോലെ നമുക്ക് ചെയ്തെടുക്കാമെന്ന്. ഇത് സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഈ സൈഡിലോട്ടാണ് കൊടുത്തേക്കുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ അറിയാം എന്താണ് ഞാൻ പറഞ്ഞു തന്നത്. ഇവിടെ ഇങ്ങനെ എക്സോസ്റ്റ് ഇരിപ്പുണ്ട്, ഇവിടെ ഇങ്ങനെ വിൻഡോ ആണ്. പക്ഷെ ഇവിടെ ഒരു ഓപ്പണിംഗ് കൊടുത്തുകൊണ്ട് ഇതിനിങ്ങനെ ഡീസൻ്റ് ആയിട്ട് കവർ ചെയ്തെടുത്തു. ഇനി ഇവിടെ അതെ ചെറിയൊരു സ്റ്റോറേജ് പോലെ. പിന്നെ ഇവിടെ ഈ ചെറിയ സാധനങ്ങൾ ഇങ്ങനെ വെക്കാനും ഒക്കെ ആയിട്ട് സംഭവം സെറ്റ് ചെയ്തു. ആറ്റിങ്ങിൽ വീനസ് എന്നാണ് എടുത്തത്. അത് ജസ്റ്റ് ഒരു വലിയ ഇതായിട്ടുള്ളത്, നല്ല ജാഗ്വറിൻ്റെ നല്ലൊരു സാധനം. അത് അതിൻ്റെ തന്നെ ടാപ്പും അവിടെ നിന്ന് തന്നെ എടുത്തു. പിന്നെ ഇതിനടിയിൽ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു ടവൽ സ്പേസും ഒക്കെ ആയിട്ട് കൊടുത്തു. അതെ, ഇത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇങ്ങനെ ഒരു ബോക്സ് ആയിട്ട് ചെയ്യാം, ഈ ഒരു കളർ തീമും ഒക്കെ കൊടുക്കാം. കാരണം ഇതിനകത്ത് വാഷിംഗ് മെഷീനാണ് വരുന്നത്. ഇതിനകത്ത് നമ്മളൊരു വാഷിംഗ് മെഷീൻ്റെ സ്പേസ് ഇങ്ങനെയാണ് എടുത്തത്. അത് ക്ലോസ് ചെയ്തിരിക്കും, അതുകൊണ്ട് വൃത്തിയായിട്ട് ഇരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിനെല്ലാം ഒരു കാരണം വെച്ചാൽ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് വെളിയിലൊന്നും കാണണ്ട എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് തന്നെയാണ് കൂടുതലും അങ്ങനെ മാക്സിമം ഇത് ചെയ്തേക്കുന്നത്. ഇത് അതുപോലെ തന്നെയാണ് അത് വെക്കാനുള്ള ഈ ഫ്ലാറ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ മോപ്പ് കാര്യങ്ങളൊക്കെ വെക്കാൻ ഒരു സ്പേസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇങ്ങനെ ചെയ്തേക്കുന്നത്. ഇഷ്ടപ്പെട്ടൊരു ഡീസന്റ് ആയിട്ട്. അതെ, ഇനി എങ്ങാനും വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിലിട്ട് തുണി അലക്കാം. ഇച്ചിരി കൂടിപ്പോയല്ലേ. പിന്നെ ഇത് ഇവിടുത്തെ ഇങ്ങനെ ലൈറ്റ്, ഇത് നമ്മൾ മറ്റേ ആ ഷാൻലിയറിൻ്റെ കൂട്ടത്തിൽ തന്നെ എടുത്തൊരു ലൈറ്റാണ് ഇത്. ഇതും കളറൊക്കെ മാറുന്നതാണ് അല്ലേ, 3 കളർ കത്തുന്ന ലൈറ്റാണ്. അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ ഈ റൂഫ് ഇങ്ങനെ സീലിംഗ് ഇങ്ങനെ ഒരു പാനലിങ് അവർ ചെയ്തു തന്നിട്ടുണ്ട്. ഉടൻ്റെ ഒരു ഇത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ പച്ച മാറ്റും ഇതുകൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് കുറെ കൂടെ ഭംഗിയാവുമെന്ന് ഇപ്പം നമുക്കൊരു വിശ്വാസം വന്നു. ആദ്യം പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പക്ഷെ കൊള്ളാം, നൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ അല്ലേ. ഇത് കിച്ചണിൽ ആക്ച്വലി കുറച്ച് ലേ ഔട്ട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഒന്നാമത് ഇത് ചെറിയ കിച്ചൺ ആയിരുന്നു.
അതിന് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ചെറുതാക്കി എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം അപ്പോൾ ആ സൈഡിലെ ബാൽക്കണി ചെറിയ ബാൽക്കണി ആയിരുന്നു. ആ ബാൽക്കണി വലുതാക്കിക്കൊണ്ട് നമ്മൾ കിച്ചൺ ഈ സൈഡ് ഒന്ന് ചെറുതാക്കി. കാര്യം ഇവിടെ വന്നിരുന്നത് വാഷിംഗ് മെഷീനും പിന്നെ വാഷിംഗ് മെഷീൻ മാത്രമാണ് അല്ലേ. മെഷീൻ വന്നിരുന്നപ്പോൾ ഇതിനകത്ത് അങ്ങനെ ഒരു വാഷിംഗ് യൂണിറ്റ് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അതെ, പിന്നെ തുണി കഴുകിയിട്ട് പിന്നെ ഇങ്ങനെ ഇറങ്ങിപ്പോയി വേണം വെളിയിലിട്ട് ഉണക്കാൻ. അപ്പോൾ അതുകൊണ്ട് അതോടെ നമ്മളങ്ങ് വെളിയിലാക്കി ഭിത്തി അകത്തോട്ടാക്കിയിട്ട് അത് ആദ്യമേ തന്നെ നമ്മൾ ചെയ്യിപ്പിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് ചെറിയൊരു മിനിമലിസ്റ്റിക് സ്പേസിൽ തന്നെ നമ്മളൊരു മോഡുലാർ കിച്ചൺ ക്യാബിനറ്റാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. വെരി ഗുഡ് കളർ കോമ്പിനേഷൻ, ടീൽ ബ്ലൂ നല്ലൊരു കളർ കോമ്പിനേഷൻ ഡിസൈനാണ്. വൈറ്റ് വിത്ത് ടീൽ ബ്ലൂ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബാക്കിയുള്ള സർവീസ് എക്സോസ്റ്റുകൾ എല്ലാ സ്ഥലത്തും കൊടുത്തിട്ടുണ്ട്. പിന്നെ നോർമലി കൊടുക്കുന്ന പോലത്തെ തന്നെയുള്ള യൂണിറ്റ്സ്, പ്ലേറ്റ് ബാസ്ക്കറ്റ്, പ്ലെയിൻ ബാസ്ക്കറ്റ്സ്, കട്ട്ലറി, കപ്പ് ആൻഡ് സോസസ് എല്ലാം തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ള കാര്യം എന്ന് പറയുമ്പോൾ നല്ലൊരു കൊറിയൻ ടോപ്പ് ഫിനിഷസ് ആണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ ടു ബി പ്രിസൈസ് നമ്മളൊരു ഡബിൾ ലിപ്പിംഗ് ആയിട്ട് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു പെർഫെക്റ്റ് ഫിനിഷിന് വേണ്ടിയിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്ത് ചെയ്യുന്നതാണ്. പിന്നെ ടോൾ യൂണിറ്റ്സ്, GT-PT സിസ്റ്റംസ്, പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഇതിനടിയിൽ തന്നെ നമ്മൾ ഈ വാട്ടർ പ്യൂരിഫയറിൻ്റെ പോയിന്റ്സ് എല്ലാം തന്നെ ഞങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള കോമേഴ്ഷ്യൽ വാൾട്ടൈൽ ഡിസൈൻസ് എല്ലാം നമ്മൾ ബാക്കിയുള്ള ഇതെല്ലാം നോക്കിയതിന് ശേഷം തന്നെ കൊടുത്തേക്കുന്ന ഒരു കോമ്പിനേഷൻ ഡിസൈനാണ് മെയിനായിട്ട്. നമ്മളെയും കൂടെ കൊണ്ടുപോയിട്ടാണ് ഈ ടൈല് ഒക്കെ സെലക്ട് ചെയ്യിച്ചത്. നല്ല എന്നുവെച്ചാൽ ഒരു ബ്ലാക്ക് ടൈല് ആണ് അവർ ഇങ്ങനെ സജസ്റ്റ് ചെയ്തത്. അപ്പോഴും നമ്മൾ വിചാരിച്ച് ബ്ലാക്ക് ടൈല് കിച്ചൻ്റെ അകത്ത് എങ്ങനെയായിരിക്കും എന്ന് ഞങ്ങൾക്കൊരു ധാരണ ഇല്ലായിരുന്നു. പക്ഷേ എടുത്തപ്പോൾ തന്നെ അത് കൊള്ളായിരിക്കും എന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. അവർക്ക് അതിനെക്കുറിച്ച് നല്ല ധാരണ ഉള്ളതുകൊണ്ട് അവർ പറഞ്ഞു. അതുപോലെ തന്നെ ഈ ടോൾ യൂണിറ്റിൻ്റെ കാര്യവും ഇതിപ്പോൾ നമ്മൾ ഇത് ലാസ്റ്റ് ചെയ്തതാണ്. കാരണം ബാക്കി എല്ലാം ചെയ്തിട്ട് നോക്കിയാൽ കുറച്ച് അടുക്കള തീരെ ചെറുതായതുകൊണ്ട് ഇച്ചിരി കൂടെ ഒരു സ്പേസ് വേണം എന്ന് പറഞ്ഞപ്പോൾ അവർ തന്നെയാണ് സജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒരു ടോൾ യൂണിറ്റ്. പിന്നെ ഈ കൗണ്ടർ, ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്നുണ്ട്, അതിനകത്ത് ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അപ്പോൾ അത് എന്തായാലും നല്ലതായി. നമ്മുടെ സാധനങ്ങളൊക്കെ കുറച്ചെടുത്ത് അവിടെ അങ്ങനെ വെക്കാനായിട്ട് വളരെ നല്ലൊരു. അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കിച്ചൺ ഹോബ് ചെയ്യുന്ന സമയത്ത് എക്സോസ്റ്റ് കൊടുക്കണം എന്നുള്ള ഒരു അനിവാര്യമായിട്ടുള്ള കാര്യമുണ്ട്. ഈ ഒരു സ്പേസിൽ നമുക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത് കാരണം ഇവിടെ ഒരു ലോഫ്റ്റ് യൂണിറ്റായി ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ചിമ്മിനി അതിനെ സെപ്പറേറ്റ് പോയിന്റായിട്ട് കൊടുത്ത് ഇത് ഫിനിഷ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു ബേബി ആൻഡ് മദർ സീബ്ര ബ്ലൈൻഡ്സ് ഇട്ട് ഫിനിഷ് ചെയ്തു. അതെ ഇത് ആദ്യം ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മുടെ ഈ സൈഡ് വരുന്ന കിഴക്ക് വശമാണ്. അപ്പം രാവിലെ മൊത്തം നല്ല വെട്ടം വരുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു സീബ്ര ബ്ലൈൻഡ്സ് ഇട്ട് കവർ ചെയ്തു, അതിനെ സെപ്പറേറ്റ് ചെയ്തു. ഈ പറയുന്ന ഇതിൻ്റെ എക്സോസ്റ്റ് ഇങ്ങനെ കൊടുത്തു. പിന്നെ ഈ മുകളിൽ മാക്സിമം സ്റ്റോറേജ് കയറ്റി ലോഫ്റ്റുകൾ ചെയ്തു. അല്ലേ, അതെല്ലാം അവർ സജസ്റ്റ് ചെയ്ത് ചെയ്യിച്ചൊരു കാര്യമാണ്. നമ്മളും എടുത്ത സാധനങ്ങൾ കൂടുതലും ബ്ലാക്കിൻ്റെ ആണ്. ഫ്രിഡ്ജ് ആണെങ്കിലും എല്ലാ സാധനങ്ങളും, മൈക്രോവേവ് ആണെങ്കിലും പിന്നെ ഇൻഡക്ഷൻ സിറ്റീസ് ബ്ലാക്ക് തന്നെയാണ്. പിന്നെ ഈ സിങ്ക്, കിച്ചൺ സിങ്ക്, പിന്നെ ഇത് എല്ലാം നമ്മൾ ബ്ലാക്ക് തന്നെയാണ്. മാക്സിമം ഇപ്പോൾ എല്ലായിടത്തും കൊടുക്കുന്ന വാം ലൈറ്റ്സ് കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്നാലും മാക്സിമം ലൈറ്റ് എഫിഷ്യൻസി കിട്ടാൻ വേണ്ടിയിട്ട് വൈറ്റ് ലൈറ്റ്സ് കിച്ചണിനകത്ത് നിലനിർത്തിക്കൊണ്ട് പ്രൊഫൈൽ ലാംപ്സ് നമ്മൾ ബാക്കിയുള്ള ഡിസൈൻസിലും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മിഡിൽ ലോഫ്റ്റിലും കൊടുത്തിട്ടുണ്ട്. വാമിൻ്റെ. പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ അല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൽ വരുമ്പോഴത്തേക്കാണെന്നുണ്ടെങ്കിലും ഇവിടെ ഇങ്ങനെ ഒരു ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റ്, അത് ഇവിടെയും കൊടുത്തു, അകത്ത് മുകളിലും കൊടുത്തിട്ടുണ്ട്. ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ട് സ്ഥലത്തും സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറൈൻ പ്ലൈ വെച്ച് തന്നെ ഒരു പ്രൊഫൈൽ, ഒരു കൺസെപ്റ്റ് ഡിസൈന് ഇതിനെ മാച്ച് ചെയ്യുന്ന തരത്തിലും കൂടെയാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ പറയുന്ന ബാർ സ്റ്റൂൾസ് പോലെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ അവിടെ 2 സ്റ്റൂൾസ്. സോ ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ വിശേഷങ്ങൾ, കുഞ്ഞു വിശേഷങ്ങൾ. ഇനി കുറച്ച് കുഞ്ഞു പണികൾ നമുക്കുണ്ട്. അതൊക്കെ കൂടെ നമ്മളിനി പയ്യെ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും എല്ലാം വീടൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റാക്കി ഇന്ന് തൊട്ട് നമ്മൾ താമസം തുടങ്ങുകയാണ് വീണ്ടും. അല്ലേ, നമ്മൾ 2-3 ദിവസം ഇവിടെ നിന്നിട്ടുള്ളൂ. പാല് കാച്ചിയ ശേഷം 1-2 ദിവസം നമ്മൾ നിന്നു. അത് കഴിഞ്ഞ് നമ്മളിതേ വീണ്ടും 1 മാസത്തിന് ശേഷം നമ്മൾ താമസിച്ച് തുടങ്ങുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടാവണം. അതുപോലെ സാൻഡ് ഡിസൈൻസിന് ഒരുപാട് നന്ദി. നമുക്ക് ഇങ്ങനെ നമുക്കധികം എഫേർട്ട് ഇടാതെയും നമുക്കധികം ബജറ്റ് ആവാതെയും നല്ല രീതിയിൽ ഇത് വർക്ക് ചെയ്തു തന്നതിന് ഒരുപാട് നന്ദി. ട്രിവാൻഡ്രം ആണ് ഇവരുടെ സ്ഥലം, പക്ഷേ കേരളത്തിൽ അക്രോസ് അവർ വർക്ക് ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ അവരുടെ കോൺടാക്ട് നമ്പർ എന്തായാലും മെൻഷൻ ചെയ്തേക്കാം. ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. സ്വന്തം ഫാമിലി മെമ്പേഴ്സിനെ പോലെ നിന്ന് കാര്യങ്ങൾ ചെയ്തു തരും. അപ്പോൾ നമ്മുടെ സദ്ഗമയുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. ബൈ.